ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് കനാൽസ് ത്രൂ അലൂവിയൽ സോയിൽസ് യൂസിങ് കെനഡീസ് തിയറിയാണ്. സോ എങ്ങനെയാണ് നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കെനഡീസ് തിയറി യൂസ് ചെയ്ത് അത് ഡിസൈൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ, അതുപോലെ തന്നെ റിജൈം കനാൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് റിജൈം കനാൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് എന്താണ് നമ്മൾ മെയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. വെൻ വി ആർ ഡിസൈനിങ് എ കനാൽ, നമ്മൾ അവിടെ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ആ കനാലിൽ സിൽറ്റിങ്ങും അതുപോലെ തന്നെ സ്കോറിങ്ങും, ഈ രണ്ട് പ്രോസസ്സും നടക്കാത്ത രീതിയിലാണ് നമ്മളൊരു കനാൽ ഡിസൈൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കനാലിൽ കൂടി വാട്ടർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ സിൽറ്റഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവാനും പാടില്ല. സപ്പോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കനാൽ ബെഡിൽ എന്ത് ചെയ്യാനാണ്, അവിടെ സെറ്റിൽ ചെയ്യാനും പാടില്ല. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളൊരു ഡിസൈൻ ചെയ്യുന്ന കനാലിൽ കൂടി വാട്ടർ ഫ്ലോ ചെയ്യാൻ വേണ്ടി നമ്മളവിടെ മെയിനായിട്ട് നമ്മുടെ ഡിസൈൻ പർപ്പസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു കണ്ടീഷൻ, അതായത് സിൽറ്റ് പാർട്ടിക്കിൾസ് അവിടെ ഫോം ചെയ്യുന്നുമില്ല, അതുപോലെ തന്നെ സപ്പോസ് ഫോം ചെയ്താൽ സെറ്റിൽ ചെയ്യുന്നുമില്ല. അങ്ങനെ ഒരു കണ്ടീഷനാണ് ഈ റിജൈം കനാൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് പിറകിലുള്ളത്. അതിനെയാണ് സിൽറ്റിങ്ങും സ്കോറിങ്ങും എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സിൽറ്റിങ്ങും സ്കോറിങ്ങും അവിടെ വളരെ കോമൺ ആയിട്ട് കാണാൻ സാധ്യതയുള്ള രണ്ട് പ്രോസസ്സുകളാണ് സിൽറ്റിങ്ങും സ്കോറിങ്ങും. അത് ഏത് കണ്ടീഷനിലാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഡിസൈൻഡ് കനാലിൽ കൂടി വാട്ടർ ഫ്ലോ ചെയ്യുന്നത് വെരി ഹൈ വെലോസിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ സ്കോറിങ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് വളരെ കൂടിയ വെലോസിറ്റിയിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബെഡിലും അതുപോലെ തന്നെ ബാങ്ക്സിലുമുള്ള സോയിൽ പാർട്ടിക്കിൾസിനെയും കൂടി അതെന്ത് ചെയ്യും, ആ വെള്ളം എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്കോറിങ് എന്ന് പറയുന്നത്. അവിടെ ഉള്ള മണ്ണിനെ വെള്ളത്തിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഒലിച്ച് പോകാനുള്ള ഒരു ടെൻഡൻസി, അതാണ് നമ്മൾ സ്കോറിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ടാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വെള്ളത്തിൽ സസ്പെൻഡഡ് ആയിട്ട് നിൽക്കുന്ന സോയിൽ പാർട്ടിക്കിൾസും അതുപോലെ തന്നെ ബാക്കി മെറ്റീരിയൽസും ഒക്കെ തന്നെ എന്ത് ചെയ്യും, അവിടെ സെറ്റിൽ ആവാൻ ആ ഒരു ഏരിയ അല്ലെങ്കിൽ കനാലിൻ്റെ ബെഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ സെറ്റിൽ ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് നമ്മൾ സിൽറ്റിങ് എന്ന് പറയുന്നത്. സോ സ്കോറിങ്ങും സിൽറ്റിങ്ങും, നമ്മുടെ ഡിസൈൻഡ് ആയിട്ടുള്ള കനാലിൽ ഈ രണ്ട് പ്രോസസ്സും സ്കോറിങ്ങും അതുപോലെ തന്നെ സിൽറ്റിങ്ങും ഇല്ലാത്തൊരു രീതിയിൽ വേണം നമ്മൾ അവിടെ വാട്ടർ ഫ്ലോ ചെയ്യേണ്ടത്. ആ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയാണ് നമ്മൾ നോൺ സ്കോറിംഗ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഒരു നോൺ സ്കോറിംഗ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റിയിലുള്ള വാട്ടർ ഫ്ലോ അലോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു കനാലിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കെനഡീസ് തിയറി ആയാലും അതുപോലെ തന്നെ ലേസീസ് തിയറി ആയാലും യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് തിയറീസും യൂസ് ചെയ്ത് നോൺ സ്കോറിംഗ് നോൺ സിൽറ്റിംഗ് ആയിട്ടുള്ള ഒരു വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്ന രീതിക്കുള്ള ഒരു കനാൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ രണ്ട് തിയറീസും യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എന്താണ് കെനഡീസ് തിയറി, അത് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ഒരു കനാൽ ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു സ്കോറിംഗ് എന്താണ്, സിൽറ്റിംഗ് എന്താണ്, ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റിജൈം കനാൽ എന്ന് പറയുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പം നോൺ സ്കോറിംഗ് നോൺ സിൽറ്റിംഗ് ആയിട്ടുള്ള വെലോസിറ്റിയിലാണ് ഒരു കനാലിൽ കൂടി വാട്ടർ ഫ്ലോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, സപ്പോസ് അങ്ങനെ ഒരു കനാലിനെയാണ് നമ്മൾ റിജൈം കനാൽ എന്ന് പറയുന്നത്. അതായത് അവിടെ സ്കോറിങ്ങും നടക്കുന്നില്ല അതുപോലെ തന്നെ സിൽറ്റിങ്ങും നടക്കുന്നില്ല. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കനാൽ, ഇറ്റ് ഈസ് നോൺ ആസ് റിജൈം കനാൽ. ഓക്കെ, നൗ വി ക്യാൻ ലുക്ക് ഇൻ ടു വാട്ട് ഈസ് ദി കെനഡീസ് തിയറി. ഓക്കെ, സോ ഈ ഒരു കെനഡീസ് തിയറി നമ്മൾ പറയുന്നത് റിജൈം കനാൽസിൻ്റെ കേസിലാണ്. അതായത് സ്കോറിങ്ങും സിൽറ്റിങ്ങും നടക്കാത്ത നമ്മുടെ ഒരു ഐഡിയൽ ആയിട്ടുള്ള കനാലിൻ്റെ കേസിൽ പറയുന്നതാണ് കെനഡീസ് തിയറി എന്ന് പറയുന്നത്. സോ ഈ തിയറിക്ക് നമ്മൾ മെയിനായിട്ട് 3 അസംഷൻസ് വഴിയാണ് തിയറിയിലേക്ക് നമ്മൾ പോകുന്നത്. അതിൽ കെനഡീസ് തിയറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 3 അസംഷൻസ് എന്ന് പറയുന്നത്, എഡി കറന്റ് ഈസ് ഡെവലപ്ഡ് ഡ്യൂ ടു ദി റഫ്നെസ് ഓഫ് ദി ബെഡ്, ക്വാണ്ടിറ്റി ഓഫ് ദി സസ്പെൻഡഡ് സിൽറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ബെഡ് വിഡ്ത്ത്, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദോസ് ചാനൽസ് വിച്ച് ആർ ഫ്ലോയിങ് ത്രൂ ദി ബെഡ് കൺസിസ്റ്റിംഗ് ഓഫ് സാൻഡി സിൽറ്റ്. ഓക്കെ, ഈ 3 അസംഷൻസ് ആണ് നമ്മൾ കെനഡീസ് തിയറിയിൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കനാൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബെഡ് എന്ന് പറയുമ്പോഴത്തേക്കും സംവാട്ട് റഫ്നെസ് ഉള്ള ബെഡാണ് നമ്മുടെ കനാൽ ബെഡ് എന്ന് പറയുന്നത്. ആ ഒരു ബെഡിൻ്റെ റഫ്നെസ് കാരണമാണ് എഡി കറന്റ് ഫോം ചെയ്യുന്നത് എന്നാണ് കെനഡീസ് തിയറിയുടെ ഫസ്റ്റ് അസംഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എഡി കറന്റ്സ് ആർ ഫോംഡ് ഡ്യൂ ടു ദി റഫ്നെസ് ഓഫ് ദി കനാൽ ബെഡ്, അതാണ് നമ്മുടെ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് അസംഷൻ പറഞ്ഞിരിക്കുന്നത്,
നമ്മുടെ കനാൽ വാട്ടറിൽ സസ്പെൻഡഡ് ആയിട്ടുള്ള സിൽറ്റ് പാർട്ടിക്കിൾസ് അത് എത്രത്തോളം ഉണ്ട്, എത്ര എമൗണ്ടിൽ അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിലാണ് സിൽറ്റ് പാർട്ടിക്കിൾസ് സസ്പെൻഡഡ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത്, ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് ദി സിൽറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ബെഡ് വിഡ്ത്ത് ഓഫ് ദി കനാൽ എന്നാണ് സെക്കൻഡ് അസംഷനിൽ പറയുന്നത്. ബെഡ് വിഡ്ത്ത് എത്രത്തോളം ലാർജ് ആണോ അത്രത്തോളം ക്വാണ്ടിറ്റിയിൽ സിൽറ്റ് പാർട്ടിക്കിൾസ് സസ്പെൻഡഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ദി സെക്കൻഡ് അസംഷൻ. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു ദോസ് channels which are flowing through the bed consisting of sandy silt. Okay, sandy silt particles ഉള്ള എന്താണ് ബെഡ് വരുന്ന ഒരു കനാലിലാണ് നമ്മുടെ ഈ ഒരു കെനഡീസ് തിയറി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സാൻഡി സിൽറ്റ് ആണ് ബെഡിലുള്ളത്, കനാൽ ബെഡിലുള്ളത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കനാൽസിലാണ് നമ്മുടെ കെനഡീസ് തിയറി ആപ്ലിക്കബിൾ. ദീസ് ആർ ദി 3 അസംഷൻസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ കെനഡീസ് തിയറി ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഈ 3 അസംഷൻസും ഓർത്തു വയ്ക്കുക. ഫസ്റ്റ് അസംഷൻ പറയുന്നത് റഫ്നെസ് ഓഫ് ദി ബെഡ് കാരണമാണ് എഡി കറൻസ് ഫോം ചെയ്യുന്നത്. ഈ എഡി കറണ്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താണോ എന്നുള്ളത് കെനഡീസ് തിയറിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴത്തേക്കും പറയുന്നുണ്ട്. സോ ബെഡിന്റെ റഫ്നെസ് കാരണം, കനാൽ ബെഡിന്റെ റഫ്നെസ് കാരണമാണ് എഡി കറൻസ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കനാൽ വാട്ടറിലുള്ള സിൽറ്റ് പാർട്ടിക്കിൾസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ബെഡ് വിഡ്ത്തിന് പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഓൾസോ സാൻഡി സിൽറ്റ് ആണ് നമ്മുടെ കനാൽ ബെഡിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കനാൽസിൽ മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കെനഡീസ് തിയറി. ഇതാണ് നമ്മുടെ 3 അസംഷൻസ് എന്ന് പറയുന്നത്. നൗ എന്താണ് കെനഡീസ് തിയറിയിൽ പറയുന്നത്? ഒരുപാട് സ്റ്റഡീസിന് ശേഷം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു തിയറിയാണ് ഈ ഒരു കെനഡീസ് തിയറി എന്ന് പറയുന്നത്. സോ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2 രീതിക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് അതിനൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ദി സിൽറ്റ് ക്യാരിഡ് ബൈ ദി ഫ്ലോയിങ് വാട്ടർ ഇൻ എ ചാനൽ ഈസ് കെപ്റ്റ് ഇൻ സസ്പെൻഷൻ ബൈ ദി വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് എഡി കറന്റ് വിച്ച് ഈസ് ഫോംഡ് ഓവർ ദി എൻറ്റയർ ബെഡ് വിഡ്ത്ത് ഓഫ് ദി ചാനൽ ആൻഡ് സസ്പെൻഡഡ് സിൽറ്റ് റൈസസ് അപ്പ് ജെന്റ്ലി ടുവേർഡ്സ് ദി സർഫസ്. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഒരു കെനഡീസ് തിയറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അതായത് നമ്മുടെ കനാലിലൂടെയുള്ള വാട്ടറിന്റെ ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള സിൽറ്റ് പാർട്ടിക്കിൾസ് അതിനെ ഒരു സസ്പെൻഡഡ് ഫോമിൽ നിർത്തുന്നത്, അതായത് ആ ഒരു സിൽറ്റ് പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യാണ്ട് സസ്പെൻഡഡ് ആയിട്ട് അലോങ് ദി വാട്ടർ ഫ്ലോ ചെയ്യുന്ന രീതിക്ക് നിർത്തുന്നത് ഈ കനാലിൽ ഫോം ചെയ്യുന്ന എഡി കറൻസ് ആണ്. അല്ലെങ്കിൽ ആ ഒരു എഡി കറൻസിന്റെ വെർട്ടിക്കൽ കമ്പോണൻസ് ആണ് ഈ ഒരു സസ്പെൻഡഡ് സിൽറ്റ് പാർട്ടിക്കിൾസിനെ അലോങ് ദി വാട്ടർ ഫ്ലോ ചെയ്ത് കൊണ്ടുപോകുന്നത്. അവിടെ കനാൽ ബെഡിൽ അത് സെറ്റിൽ ചെയ്യാണ്ട് ഫ്ലോ ചെയ്ത് പോകുന്നത് ഈ ഒരു എഡി കറൻസിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് എന്നാണ് ഈ ഒരു കെനഡീസ് തിയറിയിലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു എഡി കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ എൻറ്റയർ ബെഡ് വിഡ്ത്ത് ഓഫ് ദി ചാനൽ, നമ്മുടെ കനാലിന് എത്രത്തോളം ബെഡ് വിഡ്ത്ത് ഉണ്ടോ അതിൽ ഫുള്ളായിട്ട് ഫോം ചെയ്യുന്നതാണ് എഡി കറണ്ട്. സോ ദാറ്റ് എവിടെയും ഈ ഒരു സസ്പെൻഡഡ് മെറ്റീരിയൽസ് സെറ്റിൽ ചെയ്യുന്നില്ല എന്നുള്ള രീതിക്കാണ് ഈ ഒരു കെനഡീസ് തിയറി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിക്കും ഈ ഒരു കെനഡീസ് തിയറി നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. അതായത് ഹി പുട്ട് ഫോർവേഡ് ഹിസ് തിയറി വിച്ച് സ്റ്റേറ്റ്സ് ഈ ഒരു കനാലിൻ്റെ സിൽറ്റ് സപ്പോർട്ടിംഗ് പവർ, അതായത് സിൽറ്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നില്ല, സെറ്റിൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടെ സ്കോറിങ്ങും സിൽറ്റിങ്ങും നടക്കുന്നില്ല എന്നുള്ള രീതിക്ക് ഈ ഒരു തിയറി നമ്മൾ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിൽറ്റ് സപ്പോർട്ടിംഗ് പവർ ഓഫ് ദി കനാൽ അല്ലെങ്കിൽ ചാനൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി വിഡ്ത്ത് ഓഫ് ദി ചാനൽ ആൻഡ് നോട്ട് ടു ഇറ്റ്സ് ടോട്ടൽ വെറ്റഡ് പെരിമീറ്റർ എന്നാണ് കെനഡീസ് തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഒരു കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം ഈ ഒരു കനാൽ ഡിസൈൻ പ്രോബ്ലംസിന് നമ്മളൊരു ട്രപ്പിസോഡൽ ഷേപ്പ് ഓഫ് ദി കനാലാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ബോട്ടം വിഡ്ത്ത് ബിയും ക്യാപിറ്റൽ ബിയും അതുപോലെ തന്നെ ടോട്ടൽ ഡെപ്ത് ഓഫ് ദി ഫ്ലോ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡിയും വരുന്ന രീതിക്ക് ആൻഡ് ഒരു പെർട്ടിക്കുലർ സൈഡ് സ്ലോപ്പും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ട്രപ്പിസോഡൽ ഷേപ്പാണ് നമ്മൾ ഈ കനാൽസിന് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു കനാൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏരിയ, അതുപോലെ തന്നെ വെറ്റഡ് പെരിമീറ്റർ, ദെൻ അതിൻ്റെ വിഡ്ത്ത് ഓഫ് ദി കനാൽ, അങ്ങനെ പല പാരാമീറ്റേഴ്സ് വരുന്നുണ്ട് ഈ ഒരു ട്രപ്പിസോഡൽ ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഫോം ചെയ്യുന്ന എഡി കറൻസ് ആയാലും അതുപോലെ തന്നെ ഇതിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു സിൽറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ സിൽറ്റ് പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ തന്നെ സെറ്റിൽമെന്റിനെ പ്രിവെന്റ് ചെയ്യുന്നത് എഡി കറൻസ് ആണെന്നാണ് ഈ ഒരു കെനഡീസ് തിയറിയിൽ പറയുന്നത്. സോ ഈ ഒരു എഡി കറൻസിന്റെ ഫോർമേഷൻ അതല്ലെങ്കിൽ ഈ ഒരു സിൽറ്റ് പാർട്ടിക്കിൾസിന്റെ സെറ്റിൽമെന്റിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ആ ഒരു കനാലിന്റെ എബിലിറ്റി, ആ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കനാലിന്റെ വിഡ്ത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതേസമയം അതിൻ്റെ ഒരു പെരിമീറ്ററിനെയോ അല്ലെങ്കിൽ ഏരിയ പെരിമീറ്റർ വെറ്റർ പെരിമീറ്ററിനെയോ ഒന്നും തന്നെ അല്ലാണ്ട്
എന്താണ് കനാലിൻ്റെ ബെഡ് വിഡ്ത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു കെനഡീസ് തിയറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സിൽറ്റ് സപ്പോർട്ടിംഗ് പവർ ഓഫ് ദി കനാൽ ഈസ് പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി വിഡ്ത്ത് ഓഫ് ദി കനാൽ ആൻഡ് നോട്ട് ടു ഇറ്റ്സ് ടോട്ടൽ വെറ്റഡ് പെരിമീറ്റർ. ഇറ്റ് ഈസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി കെനഡീസ് തിയറി. ഓക്കെ, ആൻഡ് ഈ ഒരു എന്താണ് സ്റ്റഡി യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് കനാൽസിൻ്റെ ഒബ്സർവേഷൻസ് വെച്ചിട്ട് ഈ ഒരു കെനഡീസ് തിയറിയിൽ ഒരു ഇക്വേഷൻ ഹി ഫോമുലേറ്റഡ് ആൻ ഇക്വേഷൻ വിച്ച് ഈസ് V0 is equal to 0.55 d raised to 0.64. It is the initial form of the equation. ഇതിന് ലേറ്റർ മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ V0 അതുപോലെ തന്നെ ക്യാപിറ്റൽ ഡി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കനാൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റെ ഫ്ലോ ഡെപ്തിനെയാണ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത്. ദെൻ അനദർ ടേം ഇവിടെ വരുന്നത് V0 ആണ്. ഓക്കെ, V0 എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ റിജൈൻ കനാൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി പറഞ്ഞു. ദാറ്റ് ഈസ് നോൺ സ്കോറിംഗ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റിയിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഒരു കനാൽ. ആ കൺസെപ്റ്റാണ് റിജൈൻ കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു വെലോസിറ്റി, ദാറ്റ് നോൺ സ്കോറിംഗ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റി, അതിനെയാണ് നമ്മൾ V0 എന്ന് പറയുന്നത്. ഓക്കെ, V0 ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദി നോൺ സ്കോറിംഗ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റി ഫോർ വിച്ച് ദി വാട്ടർ ഈസ് ഫ്ലോയിങ് ഇൻ ദി കനാൽ. ഓക്കെ, സോ ഈ ഒരു വെലോസിറ്റി, നമ്മുടെ റിജൈൻ കനാലിൽ കൂടി വാട്ടർ ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റിയും അതുപോലെ തന്നെ ആ കനാലിൻ്റെ ടോട്ടൽ ഫ്ലോ ഡെപ്ത് ക്യാപിറ്റൽ ഡിയും തമ്മിലുള്ള റിലേഷനാണ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കെനഡി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സച്ച് ആസ് V0 is equal to 0.55 d raised to 0.64. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഇനിഷ്യൽ ഫോമാണ്. ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റഡീസ് യൂസ് ചെയ്ത് കെനഡി ഇവോൾവ് ചെയ്ത ഒരു ഇക്വേഷനാണ്. ലേറ്റർ കൂടുതൽ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം ഇതിൽ സ്ലൈറ്റ് മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് കനാലിൻ്റെ ടോട്ടൽ ഡെപ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടിരിക്കുന്നത് അല്ലേ. പക്ഷേ ലേറ്റർ സ്റ്റഡീസ് കുറേ കൂടി ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മനസ്സിലായി ടോട്ടൽ ഡെപ്തിനെ മാത്രമല്ല, അതിന് പകരമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആ ഒരു സിൽറ്റ് പാർട്ടിക്കിൾസ് ഏത് ഗ്രേഡിലുള്ളതാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് സിൽറ്റ് പാർട്ടിക്കിൾസ് ആണ് എന്നതിനെയും കൂടി ഈ ഒരു ഫ്ലോൻ്റെ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, then he modified the equation such as V0 is equal to 0.55 m d raised to 0.64 എന്ന് പറയുന്ന ഒരു മോഡിഫിക്കേഷൻ ഈ ഒരു ഇക്വേഷനിൽ വരുത്തുകയും ചെയ്തു. സ്മോൾ എം എന്ന് പറയുന്ന അനദർ ഫാക്ടർ കൂടി ഇതിലേക്ക് എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ എം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോയാണ് എം എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ സ്മോൾ എം എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന ടോട്ടൽ ഫ്ലോ ഡെപ്ത് മാത്രമല്ല നമ്മുടെ ഫ്ലോ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ വെലോസിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത്. ബിസൈഡ്സ് ദാറ്റ് അതിലുള്ള സിൽറ്റ് പാർട്ടിക്കിൾസിൻ്റെ ഗ്രേഡിനും ആ ഒരു ഫ്ലോ വെലോസിറ്റിയിൽ റോളുണ്ട് എന്ന് ഉള്ള അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷന് കാരണമാണ് ഈ ഒരു എം എന്ന് പറയുന്ന ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടി ഈ ഒരു ഇക്വേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാര്യം. സോ നമ്മൾ ഡിസൈൻ പർപ്പസസിന് വേണ്ടിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായാലും ഡിസൈൻ പർപ്പസസിന് വേണ്ടിയിട്ട് നൗ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് V0 is equal to 0.55 m d raised to 0.64 എന്ന് പറയുന്ന ഈ ഒരു മോഡിഫൈഡ് ഫോമിലുള്ള ഇക്വേഷൻ ആണ്. ആൻഡ് ഈ ഒരു എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വേരീസ് ബിറ്റ്വീൻ 0.70 to 1.21. 0.7നും 1.2നും ഇടയിൽ നിൽക്കുന്ന വാല്യൂസ് ആണ് നമുക്ക് ഈ ഒരു എമ്മിന് വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മോസ്റ്റ് കോമൺലി ഈ ഒരു എമ്മിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലത്തിൽ ഗിവൺ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. ആൻഡ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കനാലിൻ്റെ എം വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ യൂസ് ചെയ്താണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ആപ്റ്റാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ന്യൂമറിക്കൽ പ്രോബ്ലം ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ഇത് കുറേ കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കാൻ നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ് ഡിസൈൻ പർപ്പസസിന് വേണ്ടിയിട്ട്. V0 is equal to 0.55 m d raised to 0.64. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കെനഡീസ് മെത്തേഡ് റിജൈൻ കനാൽസിൻ്റെ ഡിസൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കെനഡീസ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ 3 ഇക്വേഷൻസ്, ഈ ഒരു 3 ഇക്വേഷൻസിൽ വരുന്ന സ്റ്റെപ്സ് ആണ് ബാക്കിയുള്ളതൊക്കെ. ഒരു 7-8 സ്റ്റെപ്സ് വരുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള 7-8 സ്റ്റെപ്സ് ആണ് ഈ ഒരു ഡിസൈൻ പർപ്പസ് എന്ന് പറയുന്നത്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ 3 ഇക്വേഷൻസ് ആണ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള 4-5 സ്റ്റെപ്സുകൾ ഇതിലെ ഓരോ പാരാമീറ്റേഴ്സും കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള സബ്സിഡിയറി ആയിട്ട് വരുന്നതാണ് ബാക്കി സ്റ്റെപ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള 3 ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. നമ്മൾ തേർഡ് സെമസ്റ്ററിലും അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്ററിലും ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ടോട്ടൽ ഡിസ്ചാർജ് ഇസ് ദി പ്രൊഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് വെലോസിറ്റി, Q ഈസ് ഈക്വൽ ടു AV എന്ന് പറയുന്ന കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അതുപോലെ തന്നെ നമ്മളിപ്പം കണ്ട കെനഡി ഫോർമുലേറ്റ് ചെയ്ത റിജൈൻ ഫ്ലോയിൻ്റെ ഇക്വേഷൻ, നോൺ സ്കോറിംഗ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റി V0യുടെ ഇക്വേഷൻ 0.55 md/0.64. ദെൻ വരുന്നത് കുട്ടേഴ്സ് ഇക്വേഷൻ ആണ്. ഇതും നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. കുട്ടേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ഫോം ആയിരിക്കും നിങ്ങൾക്ക് കുറെ കൂടി ഓർമ്മയുണ്ടാവുക. V ഈസ് ഈക്വൽ ടു C√RS, വേർ C ഈസ് ദി റുഗോസിറ്റി വേർ C എന്ന് പറയുന്നത് റുഗോസിറ്റി അല്ല, റുഗോസിറ്റി എന്ന് പറയുന്നത് ദിസ് N ആണ്, ഈ കാണിച്ചിരിക്കുന്നത് N ആണ് റുഗോസിറ്റി കോഎഫിഷ്യൻറ്റ്. സോ V ഈസ് ഈക്വൽ ടു C√RS എന്ന് പറയുന്നതാണ് നമ്മുടെ കുട്ടേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ C എന്ന് പറയുന്ന പാരാമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 1/n + 23 + 0.00155/s ഡിവൈഡഡ് ബൈ 1 + 23 + 0.00155/s ഇൻറ്റു n/√R. ഇതാണ് നമ്മുടെ C എന്ന് പറയുന്ന പാരാമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ആ C കണ്ടുപിടിച്ചതിന് ശേഷം C√RS എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലോ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ കുട്ടേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. V ഈസ് ഈക്വൽ ടു C√RS. സോ ഈ 3 ഇക്വേഷൻസുമാണ് നമ്മൾ ഈ ഒരു കെനഡീസ് മെത്തേഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലിപ്പം ഓരോ പാരാമീറ്റേഴ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ Q എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഡിസ്ചാർജ് ആണ്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കനാല് എത്ര ഡിസ്ചാർജിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിരിക്കും, Q. ദെൻ A എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കനാല്, അതിൻ്റെ ഷേപ്പ് ഞാൻ പറഞ്ഞു ട്രപ്പിസോഡൽ ഷേപ്പാണ് നമ്മൾ എടുക്കുന്നത്. ട്രപ്പിസോഡൽ ഷേപ്പിലുള്ള കനാലാണ്. സോ അതിൻ്റെ ഏരിയയാണ് ഈ ക്യാപിറ്റൽ A എന്ന് പറയുന്നത്. ദെൻ ദിസ് V എന്ന് പറയുന്നത് ഇറ്റ്സ് അവർ നോൺ സ്കോറിംഗ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റി V0 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 0.55 md/0.64 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഈ ഒരു കാൽക്കുലേഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. M എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോയാണ്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കനാലിൻ്റെ ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ ഇത്രയാണ് വരേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ M ഗിവൺ ആണ്. ദെൻ D, ക്യാപിറ്റൽ D എന്ന് പറയുന്നത് നമ്മുടെ കനാലിൻ്റെ ടോട്ടൽ ഫ്ലോ ഡെപ്ത് ആണ്. അത് നമ്മൾ അസ്യൂം ചെയ്യും. ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ഫസ്റ്റ് നമ്മുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു, വെറുതെ അങ്ങ് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അത് വെച്ച് എന്ത് ചെയ്യുന്നു, പ്രൊസീഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ഡിസൈൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം D എന്ന് പറയുന്നത് എൻ്റെ പ്രോബ്ലം അനുസരിച്ച് ഞാൻ 1 മീറ്റർ എന്നോ 2 മീറ്റർ എന്നോ അല്ലെങ്കിൽ 1.6 മീറ്റർ എന്നോ എത്രയെങ്കിലും വാല്യൂ ഞാൻ അസ്യൂം ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, V0 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. A എന്ന് പറയുന്നത് ഏരിയ ആണ്. ദെൻ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ 1/n. n എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റുഗോസിറ്റി കോഎഫിഷ്യൻറ്റ്. ഓക്കെ, n ഈസ് ദി റുഗോസിറ്റി കോഎഫിഷ്യൻറ്റ് വിച്ച് വിൽ ഓൾസോ ഗിവൺ ഇൻ അവർ ക്വസ്റ്റ്യൻ. ദെൻ S എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദി സൈഡ് സ്ലോപ്പ്. സൈഡ് സ്ലോപ്പ് എത്രയാണെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും. സച്ച് ആസ് 1 in 4000 അല്ലെങ്കിൽ 1 in 3000 അങ്ങനെ എത്രയെങ്കിലും ആണെന്ന് സൈഡ് സ്ലോപ്പ് പറഞ്ഞിരിക്കും. ദെൻ R എന്ന് പറയുന്നത് നമ്മൾ FM കണ്ടിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് വിച്ച് ഈസ് ദി റേഷ്യോ ഓഫ് ഏരിയ ടു വെറ്റഡ് പെരിമീറ്റർ. ഓക്കെ, R ഈസ് ഈക്വൽ ടു A/P. ഇത് നമ്മൾ FM പഠിച്ചിട്ടുള്ളതാണ്. R എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ്. A/P എന്ന് പറയുന്ന റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഓക്കെ, ഇത്രയുമാണ് ഇതിൽ വരുന്ന പാരാമീറ്റേഴ്സ്. സോ ഞാൻ പറഞ്ഞു ഈ ഒരു ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതുപോലെ തന്നെ ഈ ഒരു R കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതൊക്കെയാണ് നമ്മുടെ ഡിസൈനിൽ വരുന്ന ബാക്കി സ്റ്റെപ്സ് എന്ന് പറയുന്നത്. 7 to 8 സ്റ്റെപ്സ് ആണ് ടോട്ടൽ ഈ ഒരു ഡിസൈൻ പ്രോസസ്സ്. അതിൽ വരുന്ന ബാക്കി 5 സ്റ്റെപ്പ്, 3 ഈ 3 സ്റ്റെപ്സ് ആണ്. ബാക്കി വരുന്ന 5 സ്റ്റെപ്പ് അല്ലെങ്കിൽ 4-5 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വെറ്റഡ് പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ വരുന്നതാണ് ബാക്കി ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താണ് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു നമ്മളൊരു ട്രയൽ ഡെപ്ത് എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യും. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് എത്രയെങ്കിലും ഒരു വാല്യൂ 2 മീറ്റർ എന്നോ 1 മീറ്റർ എന്നോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. ട്രയൽ ഡെപ്ത് ക്യാപിറ്റൽ D എന്ന് പറയുന്നത്. ദെൻ ബെഡ് സ്ലോപ്പ് S എത്രയാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും. അത് തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 in എത്രയെങ്കിലും എന്നായിരിക്കും അത് തന്നിരിക്കുന്നത്. ആൻഡ്
അതിൻ്റെ ഒരു എന്താ പറയുക യൂണിറ്റും തന്നിരിക്കും, സച്ചാസ് മീറ്റർ പെർ കിലോമീറ്റർ, അങ്ങനെ എന്തെങ്കിലും ഒരു യൂണിറ്റും തന്നിരിക്കും. സോ ആ ഒരു യൂണിറ്റും നിങ്ങൾ നോട്ട് ചെയ്യണം. മീറ്റർ പെർ കിലോമീറ്റർ SI യൂണിറ്റിൽ വരുന്ന രീതിക്കാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ട്രയൽ ഡെപ്ത് ക്യാപിറ്റൽ D എത്രയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ബെഡ് സ്ലോപ്പ് എത്രയാണെന്ന് തന്നിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഹാഫ് ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. നമ്മുടെ ട്രപ്പിസോയിഡൽ ഷേപ്പിലുള്ള കനാലാണ്. അതിൻ്റെ സൈഡ് സ്ലോപ്സ്, 2 സൈഡ് സ്ലോപ്സ് എന്ന് പറയുന്നത് 0.5 ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ എന്നുള്ള രീതിക്കാണ് നമ്മൾ എടുക്കുന്നത്. അത് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഹാഫ് ഹൊറിസോണ്ടൽ 1 വെർട്ടിക്കൽ എന്ന് പറയുന്ന ആ ഒരു സൈഡ് സ്ലോപ്പ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഏരിയ ഇക്വേഷൻ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള വാല്യൂ. ഇതും നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല. ഹാഫ് ഹൊറിസോണ്ടൽ 1 വെർട്ടിക്കൽ ഇറ്റ് ഈസ് ഫിക്സഡ് സൈഡ് സ്ലോപ്പ്. ഓക്കെ, ബെഡ് സ്ലോപ്പ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. D എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ നോൺ സ്കോറിംഗ് നോൺ സെൽറ്റിംഗ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കാൽക്കുലേഷൻ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കെനഡീസ് ഇക്വേഷൻ V0 = 0.55 m d raised to 0.64. m എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും, D എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ അസ്യൂം ചെയ്ത വാല്യൂ. സോ നമുക്ക് എന്ത് കിട്ടും, V0 കിട്ടും. റിജൈൻ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡിസ്ചാർജ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, വെലോസിറ്റി നമുക്കിവിടെ കിട്ടി. കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്യാലോ. ഏരിയ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഏരിയ കിട്ടി. ഈ ഏരിയ എന്താണ്, നമ്മുടെ ട്രപ്പിസോയിഡൽ ഷേപ്പിലുള്ള ചാനലിൻ്റെ ഏരിയ ആണ് ഈ പറയുന്നത്. ആ ഒരു ചാനലിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഹാഫ് ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ട്രപ്പിസോയിഡലിൻ്റെ ഏരിയ ഈ വിത്ത് ദിസ് സൈഡ് സ്ലോപ്പ് ഹാഫ് ഹൊറിസോണ്ടൽ 1 വെർട്ടിക്കൽ വരുന്ന ട്രപ്പിസോയിഡലിൻ്റെ ഏരിയ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷനാണ് BD + ½ D² എന്ന് പറയുന്നത്, അല്ലെങ്കിൽ BY + ½ Y². ഓക്കെ, ബൈയോ ഡിയോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതാണ് നിങ്ങൾ ഡെപ്ത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലെറ്റർ എന്ന് വെച്ചാൽ അതനുസരിച്ച്. ഓക്കെ, BD + ½ D². B എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ബോട്ടം വിഡ്ത്ത് ഓഫ് ദി ചാനൽ ആൻഡ് D അല്ലെങ്കിൽ Y എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ ഡെപ്ത് ഓഫ് ദി ഫ്ലോ വിച്ച് യു അസ്യൂംഡ് എ വാല്യൂ. ഓക്കെ, നിങ്ങൾ അസ്യൂം ചെയ്തതാണ് ഈ ഒരു D എന്ന് പറയുന്നത്. അത് വെച്ചിട്ടുള്ള ഏരിയ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ എയുടെ വാല്യൂ, ഏരിയയുടെ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി. അതുപോലെ തന്നെ Dൻ്റെ വാല്യൂ നിങ്ങളുടെ കയ്യിലുണ്ട്, അതായത് നിങ്ങൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ബോട്ടത്തിലെ വിത്ത് കിട്ടും. ട്രപ്പിസോയിഡൽ ചാനലിൻ്റെ ബോട്ടം വിത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. ഓക്കെ, അത്രയും കിട്ടി കഴിഞ്ഞല്ലോ. സോ നിങ്ങൾക്ക് ഏരിയ കിട്ടി. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെറ്റഡ് പെരിമീറ്റർ ആണ്. ഓക്കെ, വെറ്റഡ് പെരിമീറ്റർ ഈ ഒരു ട്രപ്പിസോയിഡൽ ചാനലിൻ്റെ കേസിൽ വെറ്റഡ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് P = B + D√5 എന്നാണ്, അല്ലെങ്കിൽ B + Y√5 എന്നുള്ളതാണ് വെറ്റഡ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. B എന്ന് പറയുന്നത് ബോട്ടം വിഡ്ത്ത്, D എന്ന് പറയുന്നത് ഫ്ലോ ഡെപ്ത്. ബോട്ടം വിഡ്ത്ത് നിങ്ങൾക്ക് തൊട്ട് മുന്നേയുള്ള സ്റ്റെപ്പിൽ 4th സ്റ്റെപ്പിൽ കിട്ടി. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ബോട്ടം വിഡ്ത്ത് കിട്ടി. ദെൻ D എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമേ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും, വെറ്റഡ് പെരിമീറ്റർ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയായി, ഏരിയയുമായി വെറ്റഡ് പെരിമീറ്ററുമായി. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയയുടെയും വെറ്റഡ് പെരിമീറ്ററിൻ്റെയും കൂടി റേഷ്യോ എടുത്താൽ മതി. കാൽക്കുലേറ്റ് ദി ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഫ്രം ദി ഇക്വേഷൻ. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. R = A/P എന്നെടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാമായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുട്ടേഴ്സ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. V = C√RS. ഓക്കെ, V = C√RS. നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് ഈ ഒരു പാർട്ട് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് സിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് ആദ്യമേ കണ്ടുപിടിച്ചതിന് ശേഷം ദെൻ √RS കൂടി മൾട്ടിപ്ലൈ ചെയ്ത് വെലോസിറ്റി കണ്ടുപിടിക്കാം. എങ്ങനെ വേണോ നിങ്ങൾക്ക് ചെയ്യാം. സോ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ ഒരുപാട് ഫ്രാക്ഷൻസ് ഒക്കെ വരുന്നതാണ്. സോ ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വാല്യൂവിന് തെറ്റ് വരും. സോ ഓരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഫ്രാക്ഷൻസ് വരുന്നുണ്ട്. 1/n, 0.00155/s, പിന്നെ ടോട്ടലായിട്ടൊരു ഫ്രാക്ഷൻ. ദെൻ ഈ ഒരു 23 + 0.00155/s മാത്രമാണ് n/√R എന്ന് പറയുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ അവിടെ വരുന്നത്. 1 അതിൻ്റെ പുറത്തുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഫ്രാക്ഷൻസ് വരുന്നതാണ്. സോ നോക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് കുട്ടേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്ത് V = ഈ ഒരു C√RS എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഡിസൈൻ ചെയ്ത കനാലിൽ കൂടിയുള്ള ഫ്ലോ വെലോസിറ്റി കിട്ടും. V നമുക്ക് കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, V0 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു കനാലിൻ്റെ നോൺ സ്കോറിംഗ് നോൺ സെൽറ്റിംഗ് വെലോസിറ്റി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് അതിൽ കൂടി വെള്ളം ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി, അതാണ് V എന്ന് പറയുന്നത്. രണ്ടും കിട്ടി. നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ട് വെലോസിറ്റിയും കൂടി എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യും. അതായത് നമുക്കിവിടെ കിട്ടിയ Vയും അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ V0യും ഇത് രണ്ടും അപ്രോക്സിമേറ്റ്ലി സെയിം ആണോ എന്ന് നോക്കും.
അപ്രോക്സിമേറ്റ്ലി സെയിം ആണെങ്കിൽ V ഈസ് ഈക്വൽ ടു V0 എന്ന് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ സപ്പോസ് എനിക്കിപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ ചെയ്തപ്പോഴത്തേക്കും V0 എന്ന് പറയുന്നത് എനിക്കൊരു 2.1 എന്ന് കിട്ടിയെന്ന് വെച്ചോ. അതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് വന്ന് ഈ എല്ലാ സ്റ്റെപ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് Vൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്കതൊരു 2.15 എന്നോ അങ്ങനെ എന്തെങ്കിലും വന്നു. 2.1 അതിന് നിയർ ആയിട്ടുള്ള വാല്യൂ 2 മീറ്റർ എന്നോ അല്ലെങ്കിൽ 2.2 മീറ്റർ എന്നോ അങ്ങനെ എന്തെങ്കിലും Vയും കിട്ടിയെന്ന് വെച്ചു. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. Vയും V0യും അപ്രോക്സിമേറ്റ്ലി സെയിം വരുന്ന രണ്ട് വാല്യൂസ് ആണ് എനിക്ക് കിട്ടിയതെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ എനിക്ക് അവിടെ വെച്ച് എൻ്റെ ഡിസൈൻ എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം. ഈ ഒരു വാല്യൂസ് വെച്ചിട്ട് ഞാൻ അസ്യൂം ചെയ്ത ആ ഒരു ഡെപ്തിലും കിട്ടിയ ബോട്ടം വിഡ്ത്തിലും ഒക്കെ എനിക്ക് എന്ത് ചെയ്യാം, ആ ഒരു ചാനൽ അല്ലെങ്കിൽ ആ ഒരു കനാൽ കൺസ്ട്രക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഇൻഫറൻസ് കിട്ടി. ഇനി സപ്പോസ് എനിക്ക് ആദ്യം കിട്ടിയ V0 വാല്യൂ എന്ന് പറയുന്നത് ഒരു 2 മീറ്ററും അതുപോലെ തന്നെ ഇപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത Vൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5 മീറ്റർ എന്നുമാണ്. അതായത് അവിടെ 0.5ൻ്റെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അത് പക്ഷേ നമുക്ക് ഡിസൈൻ പ്രോസസ്സാണ്. സോ അത്രയും ഒരു ഡിഫറൻസ് വരുന്നതിനൊന്നും നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് ഈക്വലി എഴുതാൻ പറ്റത്തില്ല. സോ ദാറ്റ് എനിക്ക് വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, ഡിസൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം എനിക്ക് V0 2 എന്നും V എന്ന് പറയുന്നത് 1.5 എന്നുമാണ് കിട്ടിയെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, V ഇനി മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അപ്പം ആദ്യമേ നമുക്ക് മാറ്റാൻ പറ്റുന്നത് എവിടെയാണ്, V0 ആണ് മാറ്റാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് D മാറ്റിക്കഴിഞ്ഞാൽ V0ൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1.5ഉം ഇത് 2ഉം അതുപോലെ തന്നെ V 1.5ഉം ആണ്. അപ്പോൾ ഇതിനെ എനിക്കൊന്ന് കുറച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരത്തില്ല, കുറച്ചൊക്കെ മാറ്റാം, സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം V0 കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് Dൻ്റെ വാല്യൂ കുറയ്ക്കണം. അപ്പം ഞാനിവിടെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് 2 മീറ്റർ അസ്യൂം ചെയ്തിട്ടായിരിക്കാം ഞാൻ ചെയ്തത്. അങ്ങനെ ആയിരിക്കാം എനിക്ക് V0 2 മീറ്റർ എന്ന് കിട്ടിയത്. എന്താണ് നിങ്ങൾ അസ്യൂം ചെയ്തത്. അപ്പോൾ ആ ഡെപ്തിൻ്റെ വാല്യൂ കുറച്ച് കഴിയുമ്പോഴത്തേക്കും V0ൻ്റെ വാല്യൂ കുറയും. അപ്പോൾ അതനുസരിച്ച് ഏരിയ മാറും, ബോട്ടം വിഡ്ത്ത് മാറും. ഓക്കെ, അങ്ങനെ എല്ലാം മാറും. കംപ്ലീറ്റ് ആയിട്ട് റീഡിസൈൻ ആണ് വരുന്നത്. ഓക്കെ, എഗെയിൻ നമ്മൾ വേറെ ഡെപ്താണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് V0, A, ബോട്ടം വിഡ്ത്ത് അങ്ങനെ എല്ലാം മാറുന്നുണ്ട്. വെറ്റഡ് പെരിമീറ്റർ, ഹൈഡ്രോളിക് മീൻ ഡെപ്ത്ത്. അപ്പം ഹൈഡ്രോളിക് മീൻ ഡെപ്ത്ത് ഒക്കെ മാറുമ്പോഴത്തേക്കും അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഫ്ലോ വെലോസിറ്റി ക്യാപിറ്റൽ Vയും മാറും. ഓക്കെ, അങ്ങനെ ഈ Vയും V0യും അപ്രോക്സിമേറ്റ്ലി സെയിം വരുന്ന വാല്യൂസ് കിട്ടുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഡിസൈൻ പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഇതാണ് കെന്നഡീസിൻ്റെ കെന്നഡീസ് തിയറി വെച്ചിട്ട് നമ്മൾ കനാൽ ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ അല്ലെ ഒരു പ്രോബ്ലം വെച്ചിട്ട് നമുക്കത് നോക്കാം. ഓക്കെ, സോ കെന്നഡീസ് തിയറി യൂസ് ചെയ്ത് ഒരു കനാൽ ഡിസൈൻ ചെയ്യുന്നതാണിത്. സച്ച് ആസ് ഡിസൈൻ ആൻഡ് ഇറിഗേഷൻ ചാനൽ ടു ക്യാരി 50 cumecs ഓഫ് ഡിസ്ചാർജ്. ദ ചാനൽ ഈസ് ടു ബി ലേഡ് അറ്റ് എ സ്ലോപ്പ് ഓഫ് 1/4000. ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ ഫോർ സോയിൽ ഈസ് 1.1. യൂസ് കുട്ടേഴ്സ് റൂഗോസിറ്റി കോഎഫിഷ്യന്റ് ആസ് 0.023. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. കെന്നഡീസ് തിയറി യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു കനാൽ ഡിസൈൻ ചെയ്യേണ്ടത്. സോ എന്തൊക്കെ തന്നിട്ടുണ്ട്, എന്തൊക്കെ പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ചാർജ് 50 cumecs എന്ന് തന്നിട്ടുണ്ട്. ക്യുമെക്സ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നുള്ളതാണ് ക്യുമെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിസ്ചാർജ് Q എന്ന് പറയുന്നത് 50 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ചാനൽ ഈസ് ടു ബി ലേഡ് അറ്റ് എ സ്ലോപ്പ് ഓഫ് 1/4000. 1/4000 എന്ന് തന്നിരിക്കുന്നത് നമ്മുടെ ക്യാപിറ്റൽ എസിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, ബെഡ് സ്ലോപ്പിൻ്റെ വാല്യൂ ക്യാപിറ്റൽ S ആണ്. 1/4000 തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് 1/4000. അതുപോലെ തന്നെ നമുക്ക് ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ ഓഫ് സോയിൽ 1.1 എന്ന് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് സ്മോൾ m എന്ന് പറയുന്നത് 1.1. ദെൻ കുട്ടേഴ്സ് റൂഗോസിറ്റി കോഎഫിഷ്യൻറ്റ് 0.023. റൂഗോസിറ്റി കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എന്നിൻ്റെ വാല്യൂ ആണ്. ദിസ് എന്നിൻ്റെ വാല്യൂ ആണ് കുട്ടേഴ്സ് റൂഗോസിറ്റി കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്. സോ n is equal to 0.023. ഇത്രയും പാരാമീറ്റേഴ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, ചാനൽ ഡിസൈൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഡെപ്ത് അസ്യൂം ചെയ്യണം. ഡെപ്ത് അസ്യൂം ചെയ്തിട്ട് നമ്മുടെ റിജൈൻ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ റിജൈൻ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് V0 is equal to 0.55 m by raised to 0.64 എന്നുള്ളതാണ്, അല്ലെങ്കിൽ m d raised to 0.64 എന്നുള്ളതാണ് നമ്മുടെ വെലോസിറ്റി, റിജൈൻ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് വേണം, ഡെപ്ത് വേണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മീറ്റർ ഡെപ്താണ് അസ്യൂം ചെയ്യുന്നത്. വെറുതെ അസ്യൂം ചെയ്യുന്നതാണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. ഓക്കെ, സോ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഒരു 2 മീറ്റർ ഡെപ്ത് എൻ്റെ ചാനലിനുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് ആ ഒരു 2 മീറ്റർ ഡെപ്ത് യൂസ് ചെയ്ത് എമ്മിൻ്റെ വാല്യൂ ഒക്കെ എനിക്ക് 1.1 എന്ന് തന്നിട്ടുണ്ട്. ഞാൻ റിജൈൻ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ റിജൈൻ വെലോസിറ്റി 0.55 m എന്ന് പറയുന്നത് 1.1,
ഇൻറ്റു ഡെപ്ത് ഞാൻ 2 എന്ന് അസ്യൂം ചെയ്തു. 2⁻⁶4 എനിക്ക് 0.921 m/s എന്ന് എൻ്റെ റിജൈൻ വെലോസിറ്റി കിട്ടി. ഓക്കെ, അപ്പോൾ റിജൈൻ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എൻ്റെത് എന്താ, എൻ്റെ കയ്യിൽ ക്യൂ ഉണ്ട്. ഇപ്പോൾ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ V0 കിട്ടി. സോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഏരിയ ഓഫ് ദി ചാനൽ കാൽക്കുലേറ്റ് ചെയ്യാം. A = Q/B. ഓക്കെ, Q50 Qmax എന്ന് പറയുന്ന m3/s. സോ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 53.1 m² എന്ന് ഏരിയയും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ട്രപ്പിസോഡൽ ചാനലാണ്. അതിൻ്റെ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഹാഫ് ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ ആണ്, ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. അത് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാഫ് ഹൊറിസോണ്ടൽ 1 വെർട്ടിക്കൽ സൈഡ് സ്ലോപ്പ് വരുന്ന ട്രപ്പിസോഡൽ ചാനലിൻ്റെ ഏരിയയാണ് BD + ½ d² എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏരിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഹാഫ് ഹൊറിസോണ്ടൽ 1 വെർട്ടിക്കൽ സൈഡ് സ്ലോപ്പ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏരിയൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് BD + ½ d² എന്ന് എഴുതാം. അതല്ലെങ്കിൽ y അല്ലെങ്കിൽ d കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ A = y × B + 0.5y എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ അതിൽ നമുക്ക് പിന്നെ അറിഞ്ഞൂടാത്ത ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് B മാത്രമാണ്. B മാത്രമേ നമുക്ക് അറിയാത്തതായിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ബിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ വാല്യൂ എൻ്റെ കയ്യിലുണ്ട്. D എന്ന് പറയുന്നത് ഞാൻ 2 മീറ്റർ എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് എന്ത് ചെയ്യാം, ബിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ബിൻ്റെ വാല്യൂ ഞാൻ സോൾവ് ചെയ്തപ്പോൾ എനിക്ക് 25.55 മീറ്റർ എന്ന് ബിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ബിയും കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത്, വെറ്റഡ് പെരിമീറ്റർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വെറ്റഡ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P = B + √5 D എന്നുള്ളതാണ് എൻ്റെ വെറ്റഡ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് എനിക്ക് 25.55 എന്ന് കിട്ടി. ബിൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, 25.55 എന്നതിൻ്റെ ബിൻ്റെ വാല്യൂ കിട്ടി. അപ്പം അത് യൂസ് ചെയ്ത് ഡിൻ്റെ വാല്യൂ 2 മീറ്റർ ആണ് ഞാൻ അസ്യൂം ചെയ്തത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ വെറ്റഡ് പെരിമീറ്റർ ക്യാപിറ്റൽ P വെറ്റഡ് പെരിമീറ്റർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. B + D√5 എന്നുള്ള ഇക്വേഷനിൽ സോൾവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് വെറ്റഡ് പെരിമീറ്റർ 30.03 മീറ്റർ എന്ന് കിട്ടി. അപ്പം ഏരിയയും എൻ്റെ കയ്യിലുണ്ട്, വെറ്റഡ് പെരിമീറ്ററും കയ്യിലുണ്ട്. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് റേഷ്യോ എടുത്താൽ മതിയല്ലോ. R = A/P എന്ന് പറയുന്ന റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കിട്ടും. ഇതെനിക്ക് കുട്ടേഴ്സ് ഇക്വേഷനിൽ യൂസ് ചെയ്യാനുള്ള ഒരു പാരാമീറ്ററാണ് R എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെറ്റഡ് പെരിമീറ്റർ ഒക്കെ എടുത്തത്. അപ്പോൾ R കിട്ടി. A/P 1.77 മീറ്റർ എന്ന് എനിക്ക് R കിട്ടി. ഏരിയ 53.1 ആണ്. കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ നിന്ന് സോൾവ് ചെയ്തെടുത്തു. P എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് B + √5 D എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നും സോൾവ് ചെയ്തെടുത്തു. 30.03. രണ്ടിൻ്റെയും കൂടി റേഷ്യോ എടുത്തപ്പോൾ എനിക്ക് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് R = 1.77 മീറ്റർ എന്ന് കിട്ടി. സോ എനിക്കിനി എന്ത് ചെയ്യാം, കുട്ടേഴ്സ് ഇക്വേഷനിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. V = C√RS എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നും സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ സിൻ്റെ വാല്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്താലും മതി. സോ 1/n എന്ന് പറയുന്നത് റുഗോസിറ്റി കോഎഫിഷ്യൻറ്റ്, n എന്ന് പറയുന്നത് 0.023 എന്ന് തന്നിട്ടുണ്ട്. ദെൻ S എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് സ്ലോപ്പാണ്. 1/4000 എന്ന് തന്നിട്ടുണ്ട്. സോ അത് അതുപോലെ തന്നെയാണ് കൊടുക്കുന്നത്. 1/4000 എന്നാണ് എസിൻ്റെ വാല്യൂ കൊടുക്കുന്നത്. S ആണ് 1/4000 എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ √R ആണ്. സോ √1.77. അതും ശ്രദ്ധിക്കണം. ഇവിടെ റൂട്ടുണ്ട്, റൂട്ട് ഇടാൻ മറക്കരുത്. റൂട്ട് ഇടാൻ മറന്നാലും നമ്മുടെ വാല്യൂ ഫുള്ളായിട്ട് തെറ്റും, ഡിസൈൻ ഫുൾ തെറ്റും. ഓക്കെ, √R ആണ്. സോ √1.77 നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വെറുതെ 1.77 എന്ന് എഴുതി പ്രൊസീഡ് ചെയ്ത് പോകരുത്. ഓക്കെ, മിസ്റ്റേക്ക് വരും. സോ √1.77 ദെൻ √RS. ഓക്കെ, അങ്ങനെ എൻ്റെ V എന്ന് പറയുന്നത് എനിക്ക് 1.016 മീറ്റർ/s എന്നെൻ്റെ വെലോസിറ്റി കിട്ടി. എനിക്ക് നേരത്തെ കിട്ടിയ V0ൻ്റെ വാല്യൂ എത്രയാണ്? V0 എന്ന് പറയുന്നത് എനിക്ക് 0.921 മീറ്റർ/s എന്നാണ് കിട്ടിയത്. ബിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 1.2 ആണ് കിട്ടിയത്. 1.016 മീറ്റർ എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എന്ന് എഴുതാൻ പറ്റത്തില്ല. ഒന്ന് 1.016 മറ്റത് 0.9 ആണ്. സോ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എന്ന് എഴുതാൻ പറ്റത്തില്ല. V എന്ന് പറയുന്നത് > V0 എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് എന്തായാലും റീഡിസൈൻ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, സോ ഞാൻ ഇനി ഇത് റീഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വിൻ്റെ വാല്യൂ വലുതും V0ൻ്റെ വാല്യൂ ചെറുതുമാണ്. V <V0 എന്നാണ്, V V0 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് V0 എന്ത് ചെയ്യണം, ഇൻക്രീസ് ദി ക്രിട്ടിക്കൽ വെലോസിറ്റി, അതായത് നമ്മുടെ റിജൈൻ വെലോസിറ്റി V0 എനിക്ക് ഇൻക്രീസ് ചെയ്യണം. അത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ V0 എന്ന് പറയുന്നത് 0.55 D raised to 0.64 എന്നാണ് അല്ലേ. സോ എന്ത് ചെയ്യാൻ പറ്റും,
0.55 m d⁻².64 എന്നാണ്. സോ എനിക്ക് ഡീൻ്റെ വാല്യൂ എന്താണ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ 2 മീറ്റർ എന്നാണ് എടുത്തത്. ഇപ്പോൾ ഞാനതൊരു 2.7 മീറ്റർ എന്നെടുത്തു. 2.7 മീറ്റർ എന്നെടുത്ത് ഞാൻ എഗെയിൻ എന്ത് ചെയ്യുന്നു, V0ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 0.55 അതുപോലെ തന്നെ എമ്മിൻ്റെ വാല്യൂ 1.1 ആണ്. സോ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് ഇവിടെ ഒരു 0.605 എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 0.55 m d⁻².64 എടുത്ത് ഞാൻ എന്ത് ചെയ്തു, എഗെയിൻ V0ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. അത് 1.14 m/s എന്ന് കിട്ടി. ദെൻ എന്ത് ചെയ്തു, ഡിസ്ചാർജ് 50 തന്നെയാണ്, അതിലൊന്നും മാറ്റമില്ല, നമ്മൾ ഈ ഒരു ഡെപ്ത് മാത്രമേ മാറ്റുന്നുള്ളൂ. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏരിയൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ഏരിയൻ്റെ ഇക്വേഷൻ, ഹാഫ് ഹൊറിസോണ്ടൽ 1 വെർട്ടിക്കൽ സ്ലോപ്പുള്ള ഏരിയൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് BD + ½ d² ആണ്. അത് യൂസ് ചെയ്ത് നമ്മൾ ബോട്ടം വിഡ്ത്ത് B കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ B + d√5 എന്ന് പറയുന്ന വെറ്റഡ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് വെറ്റഡ് പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ഏരിയയും അതുപോലെ തന്നെ വെറ്റഡ് പെരിമീറ്ററും തമ്മിലുള്ള റേഷ്യോ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് യൂസ് ചെയ്ത് കുട്ടേഴ്സ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ വാല്യൂസും സൈഡ് സ്ലോപ്പും റൂഗോസിറ്റി കോഎഫിഷ്യൻറ്റും അതുപോലെ തന്നെ ഈ ഒരു എന്താണ് നമ്മുടെ ആറിൻ്റെ വാല്യൂ √6 അതിൻ്റെ വാല്യൂ ഒക്കെ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പം കുട്ടേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്ത് ഫ്ലോ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് 1.13 മീറ്റർ എന്നാണ് കിട്ടിയത്. ഇവിടെ നമുക്ക് ക്രിട്ടിക്കൽ വെലോസിറ്റി അല്ലെങ്കിൽ റിജൈൻ വെലോസിറ്റി കിട്ടിയത് 1.14 മീറ്റർ എന്ന്. അപ്പോൾ 1.13 1.14 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ അല്ലേ. സോ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 2.7 മീറ്റർ ഫ്ലോ ഡെപ്തും അതുപോലെ തന്നെ 14.89 മീറ്റർ ബോട്ടം വിഡ്ത്തും ഹാഫ് ഹൊറിസോണ്ടൽ 1 വെർട്ടിക്കൽ സൈഡ് സ്ലോപ്പും വരുന്ന രീതിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഈ ഒരു കനാൽ എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ദസ് എൻ്റെ ഡിസൈൻ പ്രൊസീജിയർ ഇവിടെ എന്ത് ചെയ്യാണ്, ഫുൾ ആവുകയാണ് ചെയ്യുന്നത്. കാര്യം എനിക്കിവിടെ കിട്ടി ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് 1.13 മീറ്റർ മീറ്റർ/സെക്കൻഡ്, അവിടെ ഉണ്ടാവുന്ന റിജൈൻ വെലോസിറ്റി എന്ന് പറയുന്നത് 1.14 മീറ്റർ/സെക്കൻഡ്. അതായത് നോൺ സ്കോറിങ് നോൺ സിൽറ്റിംഗ് ആയിട്ടുള്ള ഒരു വെലോസിറ്റിയിൽ എന്ത് ചെയ്യും, എൻ്റെ കനാലിൽ കൂടി വാട്ടർ ഫ്ലോ ചെയ്യും. അങ്ങനെയുള്ളൊരു വെലോസിറ്റി എനിക്കിവിടെ കിട്ടി, എൻ്റെ ഡയമെൻഷൻസ് വെച്ചിട്ട് കിട്ടി. സോ എനിക്ക് എന്ത് ചെയ്യാം, ആ ഒരു വെലോസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡയമെൻഷൻ വരുന്ന രീതിക്ക് എൻ്റെ കൺസ്ട്രക്ഷൻ എനിക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് എനിക്ക് ഇതുവഴി എന്ത് ചെയ്തു, ഇൻഫറൻസ് കിട്ടുന്നു. ദസ് കെന്നഡീസ് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ആ ഒരു ഡിസൈൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവിടെ ഫുൾ ആവുകയാണ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഇവിടെയും കിട്ടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇവിടെയും ഇപ്പോൾ 1.14 ഒന്നും ഇവിടെ 2 മീറ്റർ/സെക്കൻഡ് ഒന്നും അങ്ങനെയാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വന്നേനെ, വീണ്ടും റീഡിസൈൻ ചെയ്യേണ്ടി വന്നേനെ. ഡെപ്ത് വീണ്ടും മാറ്റി വീണ്ടും ഈ പ്രൊസീജിയർ ഫുള്ള് ഒന്നേന്ന് എനിക്ക് ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ ഇപ്പോൾ 2.7 മീറ്റർ എടുത്തപ്പോഴത്തേക്കും രണ്ടും എന്ത് ചെയ്തു, അപ്രോക്സിമേറ്റ്ലി സെയിം ആയിട്ട് വന്നു. സോ എൻ്റെ പ്രോസസ്സ് എനിക്ക് അവിടെ വെച്ച് ഫുള്ളാക്കാം. എന്നിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, എന്താണ് നമ്മുടെ ഡിസൈൻഡ് കനാലിൻ്റെ അവർ ഡിസൈൻഡ് കനാൽ ഷുഡ് ഹാവ് എ ഫ്ലോ ഡെപ്ത് ക്യാപിറ്റൽ D = 2.7 മീറ്റർ ആൻഡ് അതിൻ്റെ ബോട്ടം വിഡ്ത്ത് ക്യാപിറ്റൽ B എന്ന് പറയുന്നത് 14.89 മീറ്റർ. അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഹാഫ് ഹൊറിസോണ്ടൽ 1 വെർട്ടിക്കൽ എന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ എടുത്തെഴുതി വെക്കാം. ഓക്കെ, ഇതൊരു ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 8 മാർക്കിന് പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ആ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ ആൻഡ് ഇറിഗേഷൻ ചാനൽ ടു ക്യാരി ഡിസ്ചാർജ് 65 ക്യൂമെക്സ്, Q എന്ന് പറയുന്നത് 65 m3/s തന്നിട്ടുണ്ട്. റുഗോസിറ്റി കോഎഫിഷ്യൻറ്റ് N എന്ന് പറയുന്നത് 0.0215 തന്നിട്ടുണ്ട്. ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ M1 ആണ്. ബെഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് 0.15 മീറ്റർ/കിലോമീറ്റർ എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ചാനൽ ഡിസൈൻ ചെയ്യണം. ഇത് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, സെയിം പ്രൊസീജിയറാണ്. ഓക്കെ, സോ അങ്ങനെ കെന്നഡീസ് തിയറി, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത്, റിജൈൻ കനാലിൻ്റെ കൺസെപ്റ്റും ഒക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു കെന്നഡീസ് തിയറീൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ലേസീസ് തിയറി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. സോ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. താങ്ക് യു.